हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം 2-ാം അധ്യായം 24-ാമത്തെ ശ്ലോകമാണ് വായിക്കുന്നത്. അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യയേവ ച നിത്യഃ സർവഗതഃ സ്ഥാണുരചലോയം സനാതനഃ. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് ആത്മാവ് മുറിക്കപ്പെടാത്തവനാണ്, അദാഹ്യനാണ്, അക്ലേദ്യൻ നനയ്ക്കാൻ പറ്റാത്തതാണ്, ഉണക്ക അശോഷ്യഃ ച ഏവ അയം നിത്യഃ സർവഗതഃ. അങ്ങനെയാണെങ്കിൽ അത് എന്നും നിലനിൽക്കുന്നതാണ്. സ്ഥാണുഹു അജലഹ സനാതനഃ, സ്ഥിരമാണ്, അജലം ഇളക്കമില്ലാത്തതാണ്, കാലാതീതനാണ്. അതായത് എന്നുത്ഭവിച്ചു എന്ന് തീരും, ഒന്നുമില്ല, എന്നെന്നും നിലനിൽക്കുന്നതാണ്, കാലങ്ങൾക്കും അതീതനാണ്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിലേ നമ്മൾ പറഞ്ഞു ആത്മാവിനെ ഒന്നിനും നശിപ്പിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതെന്തായിരിക്കും? ആർക്കും നശിപ്പിക്കാനോ ഒന്നും പറ്റാത്ത ഒരു കാര്യം. അങ്ങനെയാണ്, അത് സ്ഥിരമാണ്, ഇളക്കമില്ലാത്തതാണ്, കാലങ്ങൾക്ക് പോലും അവർണ്ണനീയമാണ്. അങ്ങനെയുള്ളത് എന്തായാലും ഒരു ശാശ്വത വസ്തുവാണല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞതിനെ വീണ്ടും ഒന്നും കൂടെ വിശേഷിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആത്മാവിനെ വെട്ടിമുറിക്കാനോ കത്തിച്ച് കളയാനോ വെള്ളത്തിൽ അലിയിപ്പിക്കാനോ കാറ്റിൽ ഉണക്കാനോ ആർക്കും പറ്റില്ല എന്നതുകൊണ്ട് നമ്മളത് ഒരു പ്രൂഫായിട്ട് എടുക്കുന്നു. ആത്മാവിന് നാശമില്ല. അപ്പം നാശരഹിതമായ വസ്തു എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്നതാണ്. അതാണ് നിത്യഃ സർവഗതഃ എന്ന് പറഞ്ഞത്. അപ്പോൾ സർവഗതൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലായിടത്തും വ്യാപിച്ച് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവർക്ക് ഒരു രൂപം വേണ്ട, ആവശ്യമില്ല. അപ്പോൾ ഒരു വസ്തുവിന് രൂപം ഉണ്ട് എന്ന് പറയുന്നത്, അപ്പോൾ അവിടെ ഒരു രൂപത്തിൽ നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ വസ്തുക്കളുള്ളത് കൊണ്ടാണ് ഇതും അതും തമ്മിൽ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നത്. ഈ രൂപവും ആ രൂപവും വേർതിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഒരാവശ്യം ആത്മാവിന് ഇല്ല. എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വേറൊരു വസ്തുവായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സർവം ആത്മമയമാണ്. അതുകൊണ്ട് സർവഗതൻ എന്ന് വിശേഷിപ്പിക്കുകയാണ്. ഇനി സ്ഥാണുവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചു അജലനാണ്, ഇളകുന്നില്ല, ചലിക്കുന്നില്ല, ഇളകുന്നില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങണമെങ്കിൽ എല്ലായിടത്തും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് നീങ്ങേണ്ട ആവശ്യം? ഇപ്പോൾ എയറാണ്. എയർ ഇല്ലാത്ത വാക്വം സ്പേസ് ഉണ്ടെങ്കിൽ എയറിന് വാക്വത്തിലേക്ക് മൂവ് ചെയ്യാം. അവിടെ വാക്വം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്, അതിലേക്ക് എയറിന് മൂവ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഭാഗത്തു നിന്ന് വായുവിന് ഡെൻസിറ്റി കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യാം. എയർ പ്രഷർ ചേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പോൾ വെള്ളമാണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നു, താഴേന്ന് മുകളിലേക്ക്, കുന്നിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴുകാറില്ല, കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്കാണ് ഒഴുകുന്നത്. അപ്പോൾ രണ്ട് വസ്തുക്കൾ ഉണ്ടാകുമ്പോൾ ഒന്നും മറ്റേതും കൂടിയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഇവിടെ ഇത് അനങ്ങാതെ നിൽക്കുന്ന വസ്തുവാണ്. മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് സ്ഥാണുഹു അജലഹ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. ആത്മാവ് അങ്ങനെയല്ല. അപ്പം നമുക്ക് ചെറിയൊരു സംശയം വരും. ഈ സ്ഥാണുഹു എന്ന് പറഞ്ഞാൽ സ്ഥിരമാണ്, അജലഹ എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്തതാണ്. അപ്പോൾ ഈ സ്ഥിരം തന്നെയല്ലേ ഇളക്കമില്ലാത്തത് അല്ലേ? സംശയം ചെറുതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ സ്ഥാണുഹു എന്ന് പറഞ്ഞാൽ അടിഭാഗം ഉറച്ചു നിൽക്കുന്നതാണ്. അജലഹ എന്ന് പറയുന്നത് മുകൾ ഭാഗം ഉറച്ചു നിൽക്കുന്നതാണ്. അത് മുകൾ ഭാഗം ഇളകാത്തതാണ്. ഇപ്പോൾ നമ്മൾ വൃക്ഷങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റൂട്ട്സ് മണ്ണിൽ ഉറച്ചാണ് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇലകളും കൊമ്പുകളൊക്കെ ചലിക്കുന്നുണ്ട്, ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അജലഹ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ രണ്ടും ആണ്, സ്ഥാണുവാണ് അജലവുമാണ്.
അതുകൊണ്ട് അജലഹ സ്ഥാണുഹു അജലഹ എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി സനാതനഹ, അപ്പോൾ കാലത്തിന് എത്രയോ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നത്, അത് എന്നുണ്ടായെന്ന് ആർക്കും അറിയില്ല, ഇനി എന്ന് തീരുന്നു ആർക്കും അറിയില്ല. പണ്ടേ ഉള്ളതാണ്, പെട്ടെന്ന് ഇന്നലെ പൊട്ടിമുളച്ചതല്ല. അതിന് പരിമിതികളില്ല, സ്ഥലകാല പരിമിതികളേ ഇല്ല. അന്നും ഇന്നും എന്നും എപ്പോഴും അവിടെയും ഇവിടെയും നിലനിൽക്കുന്നതാണ് ആത്മാവ്. ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി 25ാമത്തെ പദ്യം, 25ാമത്തെ ശ്ലോകമാണ്. അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. അവ്യക്തമിന്നചിന്യം താൻ വികാരം വിട്ടകന്നതാം ഈ വിധത്തിലറിഞ്ഞീടിൽ ദുഃഖമൽക്കില്ലൊരിക്കലും. ആത്മാവിനെ പറ്റി പറയുകയാണ്, തുടരുകയാണ്. നമ്മൾ സ്ഥാണുവാണ്, അജലമാണ്, സനാതനമാണ് എന്നൊക്കെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പം അയം അവ്യക്ത അചിന്യ അവികാര്യ, ഈ ആത്മാവ് അവ്യക്തമാണ്, അചിന്യമാണ്, അവികാര്യമാണ് എന്ന് പറയപ്പെടുന്നു. തസ്മാദേനം ഏവം വിദിത്വ അനുശോചിതും ന അർഹസി. അപ്പോൾ ജഡവസ്തു അല്ലല്ലോ, അതുകൊണ്ട് അവികാരിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവിനെ ഈ തരത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് ദുഃഖിക്കാൻ യാതൊരു അവകാശവുമില്ല, നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല അർജുന എന്ന് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥ സ്വരൂപം എന്താണ് ആത്മാവിൻ്റെ എന്ന് അറിയുന്ന ഒരാൾ ഒരിക്കലും ദുഃഖിക്കില്ല. ആത്മാജ്ഞാനിക്ക് ഞാൻ ആരെയും കൊല്ലുന്നില്ല, ആരാലും കൊല്ലപ്പെടുന്നുമില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള അറിവുണ്ട്. അപ്പോൾ അവ്യക്തൻ, അചിന്ത്യൻ, അവികാര്യൻ എന്നിങ്ങനെ ആത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവ്യക്തം എന്ന് പറഞ്ഞാൽ വ്യക്തമില്ലാത്തത് അല്ലേ. ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതിനെ വ്യക്തം എന്ന് നമ്മൾ പറയുന്നു. ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് വ്യക്തം എന്ന് പറയാം. എന്നാൽ ഇവിടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണല്ലോ ആത്മാവ്, നേരിട്ട് ദർശിക്കാൻ പറ്റില്ല. അതിന് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് നേരിട്ട് ദർശിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ആകാശം പോലെ, ആകാശത്തിനെ നേരിട്ട് ദർശിക്കാൻ പറ്റില്ല. മാത്രമല്ല അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ കളറും മാറുന്നുണ്ടല്ലേ, വായുവിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചും കാർമേഘങ്ങൾക്കനുസരിച്ചും. അപ്പോൾ അത്യന്തം സൂക്ഷ്മമായിട്ടുള്ളതാണ് ആത്മാവ്, വ്യക്തത ഇല്ല അതിന്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് അവ്യക്തൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു സീഡ് എടുക്കുകയാണ്, ഒരു മാങ്ങയുടെ വിത്ത് അണ്ടി എടുക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏത് ചെടി ആയിക്കോട്ടെ, പ്ലാവായാലും ചക്കക്കുരു ആണെങ്കിലും വേണ്ടില്ല, ഒരു ബീൻസ് പയറായാലും വേണ്ടില്ല. അപ്പോൾ അതൊരു ഒരു ചക്കക്കുരു കണ്ടിട്ട് നമുക്ക് ഇതൊരു പ്ലാവാണ് ആവും എന്ന് നമുക്ക് സങ്കല്പിക്കുകയാണ് നമ്മൾ. കാരണം നമ്മളുടെ തലമുറകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഒരു എവിടുന്നെങ്കിലും നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. ഇത് വളർന്നിട്ടുണ്ടാവുന്ന സാധനത്തിനെ നമ്മൾ പ്ലാവ് എന്ന് വിളിക്കുന്നു. ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ അവർ ചക്കമരം എന്നാണ് പറയുക, മാവുമരം, ചക്കമരം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെ പ്ലാവ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ പ്ലാവാണ് ഇത് എന്നുള്ളത് ഈ ഒരു ചക്കക്കുരുവിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. രണ്ടും വ്യത്യാസമാണ്. അതൊരു വൃക്ഷമായി കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ഈ ചക്കക്കുരു കാണാനും പറ്റുന്നില്ല. ആ വൃക്ഷത്തിൻ്റെ മുകളിൽ എവിടെയും നമുക്ക് ഈ ചക്കക്കുരുവിനെ കാണാൻ പറ്റില്ല. പക്ഷേ ചക്കക്കുരുവിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് അതാണ് നമ്മൾ അവ്യക്തം എന്ന് പറയാൻ കാരണം. ഇന്ദ്രിയങ്ങൾക്ക് ദർശിക്കാൻ പറ്റാത്തത് ആണ് ആത്മാവ്. ദൃശ്യവസ്തു അല്ല, ഇന്ദ്രിയങ്ങൾക്ക് ദൃശ്യവസ്തു, അതായത് കാണാൻ പറ്റുന്നതിനെയൊക്കെ ചുറ്റുമുള്ളതിനെയൊക്കെ ഇന്ദ്രിയങ്ങൾക്ക് ദർശിക്കാം, പക്ഷേ ആത്മാവിനെ ദർശിക്കാൻ പറ്റില്ല. ഇനി അചിന്യഹ, അറിയാൻ പറ്റില്ല ഇതിനെ പറ്റിയിട്ട്. കാരണം വേറൊന്നിനോട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ ആത്മാവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതായിട്ട് ഇത് മാത്രമേ ഉള്ളൂ, ആത്മാവിനെ പോലെ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്ക് അതിനെ താരതമ്യം ചെയ്യാനും പറ്റില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ടെലസ്കോപ്പോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പോ ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലും, സപ്പോസ് ടെലസ്കോപ്പ് എടുക്കാം, അതുകൊണ്ട് നമ്മളൊരു സാധനം ദൂരത്തുള്ള ഒരു വസ്തുവിനെ വീക്ഷിക്കുകയാണ്. ആ വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും.
ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും കാണാൻ പറ്റും അതുപയോഗിച്ച്. പക്ഷേ ഈ നോക്കുന്ന ആളെ അയാൾക്ക് തന്നെ കാണാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് നിരീക്ഷകനെ ഒരിക്കലും നിരീക്ഷിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മനോബുദ്ധികൾക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട്, അതായത് നമുക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനെ അചിന്ത്യൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം മനസ്സും ബുദ്ധിയൊക്കെ ജഡവസ്തുക്കളാണ്. അപ്പോൾ മനസ്സിൻ്റെ ഗുണം എന്താണ്? എപ്പോഴും ചിന്തിക്കാൻ പറ്റും മനസ്സുകൊണ്ട്. ബുദ്ധിക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റും. ഈ രണ്ട് കഴിവുകളും നൽകുന്ന ചൈതന്യമാണ് ആത്മാവ്. അത് ദേഹിയിലിരുന്ന് ഇങ്ങനെയുള്ള മനസ്സ് ചിന്തിച്ചുകൊണ്ടേയിരിക്കും മനസ്സ്. അതനുസരിച്ച് ബുദ്ധി നല്ലതോ ചീത്തയോ പ്രവർത്തിച്ചും കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയൊന്നും അല്ലാത്തതുകൊണ്ട് അചിന്ത്യഹ എന്ന് വിളിക്കുന്നു. ഇനി അവികാര്യഹ, അതിൽ മാറ്റങ്ങളില്ല, യാതൊരു പരിണാമവും സംഭവിക്കാത്തതാണ് ആത്മാവ്. വികാരങ്ങളില്ല, മാറ്റങ്ങളില്ല, എല്ലാ സ്ഥലത്തും എല്ലാമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അവയവങ്ങളില്ല. അവയവങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു കൈയുണ്ട്, കാലുണ്ട്. അതിപ്പോൾ ഏത് മൃഗമായാലും വേണ്ടില്ല, പക്ഷികളായാലും വേണ്ടില്ല, ഏത് ജീവജാലങ്ങളാണെങ്കിലും മനുഷ്യനായാലും വേണ്ടില്ല, അവർക്കൊരു രൂപമുണ്ടല്ലോ. ആ രൂപം ഉണ്ടെങ്കിൽ, അവയവങ്ങളുണ്ടെങ്കിൽ ഒരു രൂപം ഉണ്ടാവും. ഇവിടെ അവയവങ്ങളില്ല, അപ്പം പിന്നെ രൂപത്തിൻ്റെ ആവശ്യമില്ല. അപ്പം മാറുന്നില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഒരുതരം മാറ്റങ്ങളും ആത്മാവിനെ ബാധിക്കില്ല. അതിലെല്ലാം ഉപരിയാണ്. അപ്പോൾ ആത്മാവിൽ പല പല രൂപങ്ങളുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തീ കത്തുന്നു, വിറക് അടുപ്പിൽ വെച്ച് തീ കത്തിക്കുന്നു. തീ കത്തുമ്പോൾ പുകയുണ്ടാവും അല്ലേ? നമ്മൾ തീ കാണുന്നു, അതിൽ നിന്ന് ഉയർന്നു വരുന്ന പുകയും കാണുന്നു. ഇതെല്ലാം കണ്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ വേറൊരു ദിവസം നോക്കുമ്പോൾ ഏതോ ഒരു സ്ഥലത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് എവിടുന്നോ പുക മാത്രം വരുന്നുണ്ട്. അപ്പം തന്നെ നമ്മൾ എന്താണ് ആദ്യം പറയുന്നത്? അയ്യോ അവിടെ എന്തോ സംഭവിച്ചു തോന്നുന്നു, തീ കത്തി തോന്നുന്നു, എന്തോ തീപിടുത്തമുണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് പുക വരുന്നത്. അവിടെ നമ്മൾ തീ കണ്ടോ? ഇല്ലല്ലോ. എന്നാലും നമ്മൾ വിശ്വസിക്കും. പുക മാത്രമേ കണ്ടുള്ളൂ, എന്നാലും നമ്മൾ ഒരു ഊഹം പറയുകയാണ്, അവിടെ തീ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് പുക കാണുന്നത്. ഇനി ചിലപ്പോൾ ചില കാര്യങ്ങൾ ചില ആൾക്കാർ പറഞ്ഞാൽ മതി, നമുക്ക് ഭയങ്കര വിശ്വാസം വരും. കാരണം ആ ആളെ അത്രമേൽ നമ്മൾ വിശ്വസിക്കുന്നു. ചിലർ ചതിയിൽ പെടുന്നതും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ അത്രയും നമുക്ക് വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ നമുക്കറിയാത്തൊരു കാര്യം പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മളും അറിയാണ്ട് വിശ്വസിച്ചു പോകും. നല്ലതിനായിരിക്കാം, ചീത്തയ്ക്കായിരിക്കാം, പക്ഷേ നമ്മൾ അയാളോടുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ അനുമാനിക്കും. അപ്പോൾ ഇപ്പോൾ കയറ് പാമ്പായിട്ട് തോന്നുമല്ലോ ഇടയ്ക്ക്. കയറ് പാമ്പാവുന്നുണ്ടോ ശരിക്കും? ഇല്ല, കയറൊരിക്കലും പാമ്പാവുന്നില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കും. പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ അയ്യോ അത് പാമ്പാണോ എന്ന് തോന്നും. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ആകാശം നോക്കിയിരിക്കുകയാണെങ്കിൽ ആകാശത്ത് ഇങ്ങനെ പല പല രൂപങ്ങൾ വരും. ചിലപ്പോൾ വാട്സാപ്പിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്, ഇതൊന്ന് സൂക്ഷിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഈ രൂപം കണ്ടാൽ നിങ്ങൾക്ക് നാളെ അത്ഭുത കാര്യം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, എനിക്ക് സൂക്ഷ്മമായിട്ട് ആകാശം നോക്കിയിരിക്കുക എല്ലാവർക്കും ഇഷ്ടമായിരിക്കും തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിൽ പല പല രൂപങ്ങളും കാണാം. അത് ഭഗവാന്റെ എന്നൊന്നുമില്ല, ഏത് രൂപങ്ങളും. മൃഗങ്ങളാണ്, ഞാനെപ്പോഴും മൃഗങ്ങളെയൊക്കെയാണ് ദർശിക്കാറ്. ചിലപ്പോൾ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഭഗവാന്റെ രൂപങ്ങളും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മളപ്പോൾ രൂപങ്ങൾ ഉണ്ടോ അവിടെ? ശരിക്കും ഇല്ല. അതിങ്ങനെ നീങ്ങുന്നതിനനുസരിച്ച് നമുക്ക് തോന്നുകയാണ് പല പല രൂപങ്ങൾ. വേറേത് ചിലപ്പോൾ കാണാം വാട്സാപ്പിലൊക്കെ കുറച്ച് ചെടികളോ മരങ്ങളോ നടുക്ക് കൂടെ ഒരു പുഴ ഒഴുകുന്നതൊക്കെ ആയിരിക്കും. എന്നിട്ട് അതിലേക്ക് സൂക്ഷിച്ച് നോക്കൂ പറയും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു വിഗ്രഹത്തിൻ്റെ, ഒരു കൃഷ്ണൻ്റെ രൂപമോ അല്ലെങ്കിൽ ശിവൻ്റെ, സാക്ഷാൽ പരമശിവൻ്റെ രൂപമോ അങ്ങനെ എന്തെങ്കിലും ഒരു രൂപം തോന്നും. അതും നമ്മുടെ തോന്നൽ മാത്രമാണ്. പക്ഷേ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അത് കൃഷ്ണനായിട്ടോ ശിവനായിട്ടോ അല്ലെങ്കിൽ യേശു ക്രിസ്തു ആയിരിക്കാം. അത് അങ്ങനെ തോന്നിക്കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വീണ്ടും നമ്മൾ റിവൈൻഡ് ചെയ്ത് ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആദ്യത്തേത് കാണാൻ പറ്റില്ല. ഈ രണ്ടാമത്തെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. വേറൊന്ന് കണ്ടിട്ടിരിക്കണത് ഈ പാത്രങ്ങളൊക്കെ കമിഴ്ന്നിട്ടായിരിക്കും. നിങ്ങളൊന്ന് തൊട്ട് നോക്കുമെന്നോ സൂക്ഷിച്ച് നോക്കൂ, അത് 5 മിനിറ്റ് ഇത്ര സെക്കൻഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് മലർന്നിരിക്കുന്നതായി തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്.
അത് മലർന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ കമന്നതായിട്ട് ഒരിക്കലും തോന്നില്ല. ഇതൊക്കെ നമ്മൾക്ക് വെറുതെയുള്ള തോന്നലുകളാണ്. അപ്പം നമ്മൾ അതുപോലെ ആത്മാവിനെ നമ്മൾ പല പല രൂപങ്ങളായിട്ട് കാണുകയാണ്. പക്ഷേ ഈ ഒരു നമ്മൾ ധ്യാനത്തിൽ കൂടെയൊക്കെ വളരെയധികം ഉന്നതിയിൽ ഭഗവാനോട് അടുത്ത് കഴിഞ്ഞ ഒരു യോഗിയൊക്കെ ആയിട്ട് മാറുകയാണെങ്കിൽ ഈ ആത്മാവിനെ മറച്ച ഈ മായകളെയൊക്കെ നമുക്ക് മറികടക്കാം. എന്നിട്ട് എന്താണ് ആത്മാവ് എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാം. പക്ഷേ ഇതൊക്കെ നമുക്ക് അനുഭവിച്ച് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അനുഭവിച്ച് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഹേ അർജുന, നീ ആത്മാവിൻ്റെ അവിനാശം, അതായത് നശിക്കാത്തതാണെന്ന് മനസ്സിലാക്കിയിട്ട് നീ ശോകമോഹങ്ങളൊക്കെ കൈവെടിയൂ. നീ കൊല്ലുന്നോന്നോ അവർ മരിക്കുന്നോന്നോ ഒന്നും ഇല്ല. അത് യഥാർത്ഥം എന്താണെന്ന് നിനക്ക് അറിയാത്തത് കൊണ്ടാണ്. ആത്മാവിനെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല, ആരാലും കൊല്ലപ്പെടുകയുമില്ല. അതുകൊണ്ട് നീ ഇങ്ങനെ ശോകം നടിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അർജുന. എണീക്കൂ, യുദ്ധത്തിന് തയ്യാറാവൂന്ന് വീണ്ടും ഉപദേശിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകത്തിൽ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഭൗതികം, അതായത് നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇത് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ വിശ്വസിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ. അത് അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മകൽപ്പേതുമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.